ഇന്ന് നടന്ന റസൽ പലൂസയുടെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ WWE ESPN-ഉമായിട്ട് ആദ്യമായി ചെയ്ത ഈ ഒരു സ്പെഷ്യൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. എന്നാലും ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പോകെ പറയാം. ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രിബിളച്ചാണ് വന്നത്. ത്രിബിളച്ച് വന്നുകൊണ്ട് എല്ലാവരെയും ഷോയിലേക്ക് സ്വാഗതം ചെയ്ത് പിന്നീട് ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് മാച്ച് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സീന ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിന് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം ഈ മാച്ച് പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചാൽ പൂർത്തിയാക്കി എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അതായത് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല ഈ മാച്ച് WWE കൊണ്ടുപോയത്. അതുപോലെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ജോൺ സീനയുടെ എൻട്രൻസ് അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം പോൾ ഹേമൻ വന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നറിൻ്റെ പേരെല്ലാം പറഞ്ഞ സമയത്ത് ആ ഒരു പഴയ വൈബെല്ലാം വന്നിരുന്നു. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നിങ്ങനെ നടക്കുമെന്ന്. മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ബ്രോക്ക് ലെസ്നർ ജോൺ സീനയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ഒരവസരം കിട്ടിയപ്പോൾ സീന ബാക്ക് ടു ബാക്ക് 3 ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ബ്രോക്ക് ലെസ്നറിന് കൊടുത്തുകൊണ്ട് പിൻ ചെയ്തു. പക്ഷേ ബ്രോക്ക് ലെസ്നർ അത് കിക്ക് ഔട്ട് ചെയ്തു. അടുത്ത സെക്കൻഡിൽ തന്നെ ബ്രോക്ക് ലെസ്നർ ജോൺ സീനയ്ക്ക് ബാക്ക് ടു ബാക്ക് F5 ഫിനിഷർ കൊടുത്തു. എന്നിട്ട് അഞ്ചാമതും ഒരു F5 ഫിനിഷർ കൊടുത്തുകൊണ്ട് ജോൺ സീനയെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ബ്രോക്ക് ലെസ്നർ ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല. ദേഷ്യം അടക്കാനാവാത്ത ബ്രോക്ക് ലെസ്നർ റെഫറിനെയും അറ്റാക്ക് ചെയ്ത് F5 ചെയ്തു. പിന്നീട് ജോൺ സീനനെ വീണ്ടും ഒരു F5 ചെയ്തുകൊണ്ട് ബ്രോക്ക് ലെസ്നർ റിങ് വിട്ട് പോയി. ശേഷം ജോൺ സീന ഫാൻസിനെ നോക്കി സാഡ് ആയിക്കൊണ്ട് എൻട്രൻസിന്റെ അവിടേക്ക് പോകുന്നതായിട്ടും ഫാൻസ് താങ്ക് യു സീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായും ചാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അതായത് ഈ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് സെഗ്മെൻ്റ് എല്ലാം നോക്കിയാൽ നമുക്കറിയാം ബ്രോക്ക് ലെസ്നർ ആണ് എപ്പോഴും ഒന്ന് സീനയെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് സീന ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ്. അതും റിട്ടയർമെൻറ്റ് ടൂർ ആയതുകൊണ്ട് കൂടി ഇത് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ WWE ബ്രോക്കിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഒരു തെറ്റായ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതേ റിസൾട്ട് WWEക്ക് കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോൺ സീനയുടെ റിട്ടയർമെന്റ് മാച്ചിൽ ബ്രോക്ക് ലെസ്നറെ കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ അടിപൊളിയായേനെ. അതായത് റിട്ടയർമെന്റ് മാച്ച് എന്തായാലും റിട്ടയർ ചെയ്ത് പോകുന്ന റെസ്ലർ തോൽക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ചെയ്യായിരുന്നുവെങ്കിൽ സെറ്റായേനെ. ഇതിപ്പോൾ മാച്ച് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെയൊന്നും സെറ്റായില്ല. എന്ന് വെച്ച് മോശം മാച്ച് എന്നല്ല, നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലൊന്നും ഇത് വന്നിട്ടില്ല. അപ്പോൾ ഈ മാച്ച് റിട്ടയർമെന്റ് മാച്ചാക്കി വെച്ചാൽ മതിയായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം അണ്ടർടേക്കറിൻ്റെ സ്ട്രീക്ക് തന്നെ അവസാനിപ്പിച്ചത് നമ്മുടെ ബ്രോക്ക് ലെസ്നർ ആണ്. നോക്കാം ഇനി ജോൺ സീനയുടെ അടുത്ത മാച്ച് ആരുടെ കൂടെയാണ് വരിക എന്ന്. പിന്നീട് ടാഗ് ടീം മാച്ച് നടന്നു. ദി ഉസോസ് വേഴ്സസ് വിഷിൻ ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. ഈ മാച്ചിൽ LA നൈറ്റിനെ ഒരു ആവശ്യവുമില്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്കുള്ള സ്പാർക്ക് ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് LA നൈറ്റിനെ ആഡ് ചെയ്തത്. പക്ഷേ ഈ മാച്ച് കണ്ട സമയത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. അതായത് LA നൈറ്റിനും വിഷൻ ടീമിനും ഭയങ്കര അധികം പ്രശ്നമുണ്ട്. ലോജിക്ക് വെച്ച് നോക്കിയാൽ അവർ പിൻ ചെയ്യുന്ന സമയത്ത് LA നൈറ്റിനെ ഒഴിവാക്കി വിടുന്നത് പോലെയോ ഇവർക്ക് സ്പാർക്ക് വരുന്നത് പോലെയൊക്കെ കാണിച്ചുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകാമായിരുന്നു. എന്നാലും മാച്ച് നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ ബ്രോൺ ബ്രേക്കർ ഉസോസിനെ ഡബിൾ സ്പിയർ ടേബിളിന് മുകളിലേക്ക് ചെയ്തു. ശേഷം ജെയ്സോയുടെ മേലേക്ക് സുനാമി ഫിനിഷർ ബ്രോൺസൺ റീഡ് ചെയ്തുകൊണ്ട് ദി വിഷൻ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ നമ്മുടെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോയി. ഉസോസ് വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ സീനയുടെ മാച്ചിൽ. അപ്പോൾ ഈ മാച്ചിൽ സെറ്റാവാതെ തോന്നിയത് LA നൈറ്റ് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വന്നതാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. ഇവരുമായിട്ട് ജസ്റ്റ് ഒരു സ്പാർക്ക് അങ്ങനെയാണ് കാണിച്ചു വെച്ചത്. അടുത്ത മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇയോ സ്കൈ വേഴ്സസ് സ്റ്റെഫനി വെൽക്കിയർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് പോയത്. രണ്ട് പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ ഈ ഒരു മാച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഫിനിഷറും കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ മാച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ഇയോ സ്കൈനെ സ്റ്റെഫനി വെൽക്കിയർ SPB ഫിനിഷർ ചെയ്തു എങ്കിലും ഇയോ സ്കൈ കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ ഇയോ സ്കൈ മൂൺസോൾട്ട് ചെയ്ത സമയത്ത് 2 പ്രാവശ്യവും സ്റ്റെഫനി വെൽക്കിയർ മാറുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് മാറി എസ്കേപ്പ് ആയിക്കൊണ്ട് വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്തു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയോ സ്കൈ മൂൺസോൾട്ട് ചെയ്തതിന് ശേഷം സ്റ്റെഫനി വെൽക്കിയർ മാറുന്നതായിട്ടും അതിനുശേഷം ഇയോ സ്കൈക്ക് തന്നെ സ്റ്റെഫനി വെൽക്കിയർ ഒരു മൂൺസോൾട്ട് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സ്റ്റെഫനി വെൽക്കിയറാണ് വിൻ ചെയ്ത് ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയത്. അപ്പോൾ പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ നമ്മുടെ സ്റ്റെഫനി വെൽക്കിയറാണ്. അങ്ങനെ സ്റ്റെഫനി വെൽക്കിയറിനെ NXTയിൽ നിന്നും കൊണ്ടുവന്നത് വെറുതെ ആയില്ല. അവർക്ക് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടി. എന്തായാലും അർഹതയുള്ള റെസ്ലറാണ്, നല്ല കഴിവുമുണ്ട്. നോക്കാം ഇവരുടെ ചാമ്പ്യൻഷിപ്പ് റൺ എങ്ങനെ പോകുമെന്ന്.
പിന്നെ ഈ മാച്ചിൽ ഇയോ സ്കൈക്ക് ഇഞ്ചുറി സംഭവിച്ചതുപോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത സ്റ്റെഫനി വെൽക്കറിനെ ഇയോ സ്കൈ അഭിനന്ദിക്കുന്നതായിട്ടും അടുത്തത് ഇവളാണ് എന്ന ടൈപ്പിലൊക്കെ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് പോയതെല്ലാം വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അടുത്ത മാച്ച് മിക്സഡ് ടാഗ് ടീം മാച്ച്. വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസ് ആൻഡ് IC ചാമ്പ്യൻ ബെക്കി ലിഞ്ച് വേഴ്സസ് AJ ലീ ആൻഡ് CM പങ്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായിരുന്നു. ഇന്ന് റസൽ പലൂസയിൽ ഇഷ്ടപ്പെട്ട ഒരു മാച്ച് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ മാച്ചാണ് പറയാ. അത്രമാത്രം അടിപൊളിയായിട്ട് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ AJ ലീ 10 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന മാച്ചാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുമോ? അതായത് ഇപ്പോഴത്തെ വുമൺസ് റെസ്റ്റേഴ്സ് മിക്കവരും സ്ഥിരമായി മാച്ച് ചെയ്തിട്ടും ഇടയ്ക്ക് മിസ്റ്റേക്ക് എല്ലാം ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും AJ ലീ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തു. ഒപ്പം സെത്ത് ബെക്കി CM പങ്കും നന്നായി തന്നെയാണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ ഈ മാച്ചിൽ ഫിനിഷർ കിക്കൗട്ട് ചെയ്തത് ഫിനിഷിങ്ങും ചെയ്തത് എവിടെയൊക്കെയാണ് എന്ന് പറയാനായിട്ട് തന്നെ ഒരുപാട് ടൈം പോകും. കാരണം അതുപോലെയെല്ലാം ഈ മാച്ചിൽ ഫിനിഷർ ചെയ്തിട്ടുണ്ട്. അതായത് CM പങ്കിനെ സെത്ത് റോളൻസ് കേഴ്സ് സ്റ്റംപ് ചെയ്ത് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മുടെ AJ ലീ സെത്ത് റോളൻസിനെ തന്നെ കേഴ്സ് സ്റ്റംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സെത്ത് റോളൻസും ബെക്കി ലഞ്ചും ചേർന്ന് CM പങ്ക് ആൻഡ് AJ ലീ ഇവരെ പെഡിഗിരി ഫിനിഷറും ചെയ്ത് മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് CM പങ്കും AJ ലീയും ബെക്കി ലഞ്ച് സെത്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ അത് ഇവർ റിവേഴ്സ് ചെയ്ത് AJ ലീ CM പങ്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ബെക്കി ലഞ്ച് AJ ലീനെ അങ്ങനെ തന്നെ എടുത്ത് CM പങ്ക് സെത്ത് റോളൻസ് ഇവരുടെ മേലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അനൗൺസ് ടേബിൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഇവർ 3 പേരും താഴേക്ക് വീണു. ശേഷം AJ ലീനെ റിങ്ങിലേക്ക് കൊണ്ടുവന്ന് മാച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ബെക്കി ലഞ്ച് നോക്കിയെങ്കിലും AJ ലീ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ബെക്കി ലഞ്ചിനെ ടാപ്പ് ഔട്ട് ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ AJ ലീ ആൻഡ് CM പങ്ക് ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് ഞാൻ പറഞ്ഞതുപോലെ വേറെ ലെവൽ മാച്ചാണ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് സർപ്രൈസ് ആയിട്ട് റസൽ പലൂസയിൽ അണ്ടർടേക്കറിൻ്റെ റിട്ടേൺ. അണ്ടർടേക്കർ അമേരിക്കൻ ബാഡാസ് എന്ന ക്യാരക്ടറിലാണ് വന്നത്. ബൈക്കെല്ലാം ഓടിച്ചുകൊണ്ട് വേറെ ലെവലായിരുന്നു അത്. വന്നതിന് ശേഷം സ്റ്റെഫനി മിക്മാനുമായിട്ട് ഒരു സെഗ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സീനൊക്കെ അടിപൊളിയായിരുന്നു. എന്നിട്ട് അവസാനം സ്റ്റെഫനി മിക്മാനെ 2026 WWE ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഫസ്റ്റായിട്ട് സ്റ്റെഫനി മിക്മാനെ ആഡ് ചെയ്തുകൊണ്ട് അവർ ഹഗ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകും. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നല്ല സെഗ്മെൻ്റ് ആയിരുന്നു. ഇനി റസൽ പലൂസ മെയിൻ ഇവന്റ് മാച്ച്, അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്. WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മാക്കൻടയർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചാണോ എന്ന് ചോദിച്ചാൽ ഈ മാച്ച് നല്ല മാച്ചാണ്. പക്ഷേ ഇന്ന് മെയിൻ ഇവന്റ് വന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായി തോന്നിയില്ല. അതായത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു മാച്ചാണ്. പക്ഷേ WWE ചെയ്തത് ഡ്രൂ മാക്കൻടയറിൻ്റെ കാലിൽ ഇഞ്ചുറി സംഭവിച്ചു എന്ന ടൈപ്പിലൊക്കെ ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് ചെയ്തു. അതുപോലെ ഡ്രൂ മാക്കൻടയർ ക്ലൈമോർ ചെയ്തു. എന്നിട്ടും ഇവർ തോറ്റില്ല. മാച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. അവസാനം സ്മാക്ക് ഡൗണിൽ ചെയ്തതുപോലെ അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് കോഡി റോഡ്സിനെ ക്ലൈമോർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ റെഫറി കയറി തടഞ്ഞു. എന്നിട്ടും മനസ്സിലാക്കാത്ത ഡ്രൂ മാക്കൻടയർ കോഡി റോഡ്സിനെ ക്ലൈമോർ ചെയ്തപ്പോൾ കോഡി അവിടെ നിന്നും ഡ്രൂ മാക്കൻടയറിൻ്റെ കാലിനും ഇഞ്ചുറി ആയി. പിന്നീട് റിങ്ങിൽ കയറിയ ഡ്രൂ മാക്കൻടയറിനെ കോഡി റോഡ്സ് സൂപ്പർ കോഡി കട്ടർ ചെയ്തുകൊണ്ട് അതിനുശേഷം ക്രോസ് റോഡ്സും കൊടുത്ത് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ച് മെയിൻ ഇവന്റ് വന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് റാൻഡി ഓർട്ടൺ ഹീൽ ടേൺ ചെയ്ത് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യും. അതുപോലെയാണ് ഒരുപാട് ന്യൂസും വന്നതും. WWE നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോയത്. അതായത് റാൻഡി ഓർട്ടൺ ഇങ്ങനെ ഹീൽ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ടൈപ്പിലൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ ഷോയിലെങ്ങാനും റാൻഡി ഓർട്ടൺ ഹീൽ ടേൺ ചെയ്തിരുന്നുവെങ്കിൽ വേറെ ലെവലായനെ. അപ്പോൾ സാധാരണ കോഡി റോഡ്സിൻ്റെ മാച്ചൊക്കെ മെയിൻ ഇവന്റ് വരുമ്പോൾ വേറെ ലെവലാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ മെയിൻ ഇവന്റ് സെത്ത് CM പങ്ക് ടീമിൻ്റെ മാച്ച് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത് ഒരിക്കലും ദേഷ്യം കൊണ്ട് പറയുന്നതല്ല. അപ്പോൾ റസൽ പലൂസനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഷോ നല്ല ഷോയാണ്. എന്നാലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാച്ച് ക്ലീനായിട്ട് അവസാനിപ്പിക്കാതെ ഡ്രൂ മാക്കൻടയറിന് ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കൊടുക്കാതെയോ അവസാനിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ ഇഞ്ചുറി സ്റ്റോറി ലൈൻ ആഡ് ചെയ്തുകൊണ്ട് മാച്ച് ക്ലീനായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. വീണ്ടും ഇവർക്ക് തമ്മിലുള്ള മാച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റാൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇന്ന് റാൻഡി വന്നിരുന്നുവെങ്കിൽ സംഭവം കളറായേനെ. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.